ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജ് എക്സാം ജാനുവരി 25-ാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറേയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിന് വേണ്ടിയിട്ടാണെങ്കിലും സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് സ്റ്റേജിൽ 45-ന് മുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഏരിയാസിൽ നിന്ന് എടുത്തിട്ടുള്ള ഫാക്ട്സുകളാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫാക്റ്റിലോട്ട് പോകാം. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ, മലബാർ വയനാട് വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ബയോസ്ഫിയർ ഏതാണ്? നീലഗിരിയാണ്. അപ്പോൾ സൈലന്റ് വാലി ആണെങ്കിലും ബന്ദിപ്പൂർ ആണെങ്കിലും മുതുമലൈ അതുപോലെ തന്നെ മലബാർ വയനാട് വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ബയോസ്ഫിയർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. ഓക്കെ, ദെൻ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുന്തിപ്പുഴയാണ്. എന്നാൽ ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൂതപ്പുഴയാണ്. ഒഴുകുന്ന നദി കുന്തിപ്പുഴ, ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. ഇനി തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആനമുടി ചോലയിലാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആനമുടി ചോലയിലാണ്. നെക്സ്റ്റ്, ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഓക്കെ, ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഓക്കെ, രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഇനി നെക്സ്റ്റ്, ഓരോ നാഷണൽ പാർക്കും നിലവിൽ വന്ന വർഷമാണ് എഴുതിയിട്ടുള്ളത്. ഇത് ചിലപ്പോൾ കാലഗണനാ ക്രമത്തിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇത് എഴുതിയത് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്ക് 1978-ലാണ് വന്നത്. അതുപോലെ പെരിയാർ നാഷണൽ പാർക്ക് 1982-ലാണ്. സൈലന്റ് വാലി 1984-ലാണ്. മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല 2003-ലാണ്. ഓക്കെ, ആദ്യം ഇരവികുളം നാഷണൽ പാർക്കാണ്, ദെൻ പെരിയാറാണ്, ശേഷം സൈലന്റ് വാലി, പിന്നെ 3 ചോലകൾ: മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. ഇതില് സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ളത്. ബാക്കി പറയുന്ന എല്ലാം തന്നെ ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, ബാക്കിയെല്ലാം ഇടുക്കി ജില്ലയിലാണ്. ദെൻ ഒരൊറ്റ നവോത്ഥാന നായകനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വിശേഷണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത്, ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്നത്, ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്, കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം ആരാണെന്നറിയോ? മറ്റാരുമല്ല, അയ്യങ്കാളിയാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത്, ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്നത്, ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്, കേരള സ്പാർട്ടക്കസ് എന്ന് അറിയപ്പെടുന്നത് എല്ലാം അയ്യങ്കാളിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ്, അതായത് നമുക്ക് സ്വതേ അറിയാവുന്ന കുറെ ഫാക്ട്സ് ഉണ്ടായിരിക്കും ഓരോ നവോത്ഥാന നായകരെ സംബന്ധിച്ചും. കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അതായത് സ്വതേ നമ്മൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വായിച്ചു മാത്രം വിടുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓൾറെഡി അറിയാവുന്ന അല്ലെങ്കിൽ എപ്പോഴും യൂഷ്വൽ ആയിട്ട് കാണുന്നതൊന്നും ഞാൻ അധികം ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയെ സംബന്ധിച്ചിട്ടുള്ള വിശേഷണങ്ങളാണ് ഇത്രയും കണ്ടത്. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് ചോദ്യമായിട്ട് വരാം. നെക്സ്റ്റ് ഒരു ലെവലിൽ ചിലപ്പോൾ അയ്യങ്കാളി ആയിരിക്കും ചോദിക്കാൻ സാധ്യത. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. തൈക്കാട് അയ്യ, ഇപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നവോത്ഥാന നായകരിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതും. അതുപോലെ വാഗ്ബടാനന്ദനുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അയ്യങ്കാളിയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പനോ ഒക്കെ ആകാം. ദെൻ അയ്യങ്കാളി നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയ വർഷം ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. 1912-ആണ്. അയ്യങ്കാളി നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയ വർഷം 1912. അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം 1937. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അയ്യങ്കാളി ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം 1937. നെക്സ്റ്റ്, അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911 ഡിസംബർ 5. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാരാണ്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് കേട്ടോ. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ്.
ദെൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, നമ്മൾ 5 ഇയർ പ്ലാൻസ് പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഏത് 5 ഇയർ പ്ലാനിലാണ് ഇത് പ്രഖ്യാപിച്ചത് എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ഓക്കെ, ദെൻ കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരമാണ്. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം ഏതാണ്? അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരമാണ്. പക്ഷേ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. മാറിപ്പോരുത് കേട്ടോ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ കുറേ ആസ്ഥാനങ്ങളൊക്കെ ചോദിച്ചേ കണ്ടില്ലേ? ഫോക്ലോർ അക്കാദമി, ലളിതകലാ അക്കാദമി, അതുപോലെ തന്നെ ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് വിട്ടത്. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്, ലോഹം ലോഹസങ്കരം. ഓക്കെ, അത് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. സോഡിയത്തിന്റെ ഞാൻ എല്ലാ ലോഹസങ്കരവും ഒരു മൂലകത്തിന്റെ എഴുതിയിട്ടില്ല. അതായത് ലോഹത്തിന്റെ ഒരു ലോഹം എടുത്തിട്ട് ആ ലോഹത്തിന്റെ എല്ലാ ലോഹസങ്കരവും എഴുതിയിട്ടില്ല. വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ളതും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയതുമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാത്തത് നോക്കുന്നത് നല്ലതാണ് എന്നാണ് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. സോഡിയം, അംഫിബോൾ, ചിലി സാൾട്ട് പീറ്റർ ബൊറാക്സ്, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലോഹസങ്കരങ്ങൾ. ഓക്കെ, എണ്ണ, അതായത് സോഡിയത്തിന്റെ അംഫിബോൾ, ചിലി സോൾട്ട് പീറ്റർ ബൊറാക്സ്. ദെൻ പൊട്ടാസ്യത്തിന്റെ ഫെൽസ്പാറും സാൾട്ട് പീറ്ററും. ദെൻ മഗ്നീഷ്യത്തിന്റെ ഡോളമൈറ്റ്. ഓക്കെ, വേറെ ഉണ്ട് കേട്ടോ. മഗ്നീഷ്യത്തിന്റെ ഡോളമൈറ്റ്, കാൽസ്യം ഫ്ലൂർസ്പാർ, ഡോളമൈറ്റ് എന്ന് പറയുന്ന സംഭവം കാൽസ്യത്തിനുണ്ട്. അതായത് കാൽസ്യം എന്ന് പറയുന്നതിന്റെ ലോഹസങ്കരം ചോദിച്ചു കഴിഞ്ഞാലും ഡോളമൈറ്റ്. ഓക്കെ, ഫ്ലൂർസ്പാർ എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെയാണ്. ദെൻ ലെഡിന്റെ ഗലീനിയാണ്. ഞാനിവിടെ അറ്റോമിക് സിമ്പിൾ ആണ് എല്ലാത്തിന്റെ എഴുതിയിട്ടുള്ളത്. ലെഡിന്റെ ഗലീനിയാണ്. ദെൻ യുറേനിയത്തിന്റെ പിച്ച് ബ്ലെൻഡ് ആണ്. ടൈറ്റാനിയത്തിന്റെ ടൈറ്റാനിയം ഇൽമനൈറ്റ്. ഓക്കെ, വേറെയും ഉണ്ട്. വേറെ ലോഹസങ്കരം പഠിക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് എങ്കിലും വായിച്ചു പോവുക. നമ്മൾ കണ്ടു എന്നുള്ള ഒരു ഇതാവുമല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് മെയിൻ ആയിട്ട് നാഷണൽ പാർക്ക്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കിന്റെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ നവോത്ഥാന നായകന്റെ മേജർ ഫാക്ട്സും, കെമിസ്ട്രിയുടെ ലോഹസങ്കരം എന്ന് പറയുന്ന ഒരു പോർഷൻ എടുത്തിട്ടാണ് നോക്കിയത്. ഓക്കെ, ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. തേർഡ് സ്റ്റേജിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. കാരണം ഞാൻ ഇങ്ങനെ ചെയ്തതിൽ കുറേയധികം മുൻപത്തെ വീഡിയോസ് ചെയ്തതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ചോദിക്കാൻ സാധ്യത, കാരണം കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ ഒരു വീഡിയോയിൽ. കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഞാൻ തെർമോപ്ലാസ്റ്റിക്കിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോളജി റിലേറ്റഡ് ആയിട്ട് ഞാൻ രക്തത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ്റെ വ്യക്തമായിട്ട് പ്രോട്ടീൻസ് ഒക്കെ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് കൂടുതലും ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് നവോത്ഥാന നായകനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് ധാതുക്കൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് കൂടുതൽ കാണുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അനലൈസ് ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.